ഹലോ ഗായ്സ്, ഇന്ന് സൺഡേ ആയിട്ട് ഞാനൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോസ് കാണണം. അപ്പോൾ ഇന്ന് എൻ്റെ ചിക്കൻ കറി എങ്ങനെയുണ്ടെന്ന് നിങ്ങളെല്ലാവരും അഭിപ്രായം പറയണേ. ഇന്ന് അമ്മയുടെ ഒരു പഴയ ചീനച്ചട്ടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ ചട്ടി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണ ഒഴിച്ച് സവാള 4 സവാള അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ഇട്ടിട്ട് നമ്മൾ സവാള വഴറ്റണം. സവാള പെട്ടെന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴറ്റി കിട്ടും. പിന്നെ നമുക്ക് അതിലോട്ട് കറിവേപ്പിലിട്ട് നന്നായിട്ട് ഇളക്കുക. ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ സവാള നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം. എന്നാലേ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായി വഴറ്റിയ സവാളയിലോട്ട് 2 തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് നന്നായിട്ട് സവാളയും തക്കാളിയും കൂടെ നന്നായിട്ട് വഴറ്റുക. ആ സമയം കൊണ്ട് നമ്മൾ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ചിക്കനൊക്കെ ഇട്ട് മെല്ലെ വഴറ്റി കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ചിക്കനിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ ഒന്നും കൂടെ ഇളക്കി കൊടുക്കണം. എനിക്ക് തോന്നുന്നത് ഈ ചിക്കൻ കുറച്ച് വേവ് കൂടുതലുള്ള ടൈപ്പ് ചിക്കനാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവാണ്. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. അപ്പോഴാണ് നമുക്ക് അതിലോട്ടുള്ള ചിക്കൻ്റെ എല്ലാ സാധനങ്ങളും അതിലോട്ട് ഇറങ്ങി വന്ന് നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മെല്ലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ചിക്കൻ ഒരു 10 മിനിറ്റ് വരെ നന്നായിട്ട് തിളച്ച് പൊന്തി വന്നിട്ടുണ്ട്. ആ മണം കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഇതാവും. അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കുറച്ച് ചിക്കൻ മസാലപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 10 മിനിറ്റും കൂടെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് കണ്ട നന്നായിട്ട് തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് വേപ്പിലയും കൂടിയിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം കൊണ്ട് കുറച്ചും കൂടെ സമയം കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒഴിച്ചിട്ട് നന്നായി ഒരു 10 മിനിറ്റ് കൂടെ വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും അഭിപ്രായം പറയണം. ഹലോ ഗായ്സ്, ഇന്ന് സൺഡേ ആയിട്ട് ഞാനൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോസ് കാണണം. അപ്പോൾ ഇന്ന് എൻ്റെ ചിക്കൻ കറി എങ്ങനെയുണ്ടെന്ന് നിങ്ങളെല്ലാവരും അഭിപ്രായം പറയണേ. ഇന്ന് അമ്മയുടെ ഒരു പഴയ ചീനച്ചട്ടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ ചട്ടി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണ ഒഴിച്ച് 4 സവാള അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ഇട്ടിട്ട് നമ്മൾ സവാള വഴറ്റണം. സവാള പെട്ടെന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴറ്റി കിട്ടും. പിന്നെ നമുക്ക് അതിലോട്ട് കറിവേപ്പിലിട്ട് നന്നായിട്ട് ഇളക്കുക. ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ സവാള നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം. എന്നാലേ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും.